ബത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ ആരംഭിക്കുകയും ജെറുസലേമിൽ ഒരു കഴുതയെക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ഈശോയുടെ പരസ്യജീവിതം താഴ്മയുടേതും ശൂന്യവൽക്കരണത്തിൻ്റേതുമായിരുന്നു. വലുതാകാനും ഒന്നാമനാകാനുമുള്ള മനുഷ്യന്റെ തൃഷ്ണയ്ക്ക് കായേനോളം പഴക്കമുണ്ട്. സഹോദരങ്ങളുടെ പോരായ്മകൾ കണ്ടെത്തി കുറ്റപ്പെടുത്താനും സ്വന്തം വീഴ്ചകളെ ന്യായീകരിച്ച് ലഘൂകരിക്കാനും എപ്പോഴും നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ സ്വയം നീതീകരിക്കാൻ പോകാതെയും വിമർശനങ്ങളുടെ നേരെ പ്രതികരിക്കാതെയും സൗമ്യരായിരിക്കുമ്പോൾ മനുഷ്യർക്ക് മുൻപിൽ നാം ചെറുതായെന്ന് തോന്നിയേക്കാം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഉയരം വർദ്ധിക്കും. സ്വയം വലുതാകാനുള്ള നമ്മുടെ ആശയാഗ്രഹങ്ങളും പരിശ്രമങ്ങളും നിരത്തപ്പെടേണ്ട കുന്നുകളാണ്. മൗനമായി അല്പസമയം നമുക്കിരിക്കാം. വാക്കുകൾ കൊണ്ട് നാം വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. വചനം ആവർത്തിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരാകുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. വിശുദ്ധ യാക്കോബ് 4:10.